നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പ്രോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റോമൻ റെയിൻസിന് റെസ്ൽമേനിയ 35-ൽ പ്ലാൻ എന്താണ് നമ്മൾ നോക്കുന്നതാണ്. നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീൻ ആംബ്രോസ് WWE നിൽക്കുമോ അതോ WWE വിട്ട് പോകുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നതാണ്. നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെത്ത് റോളിൻസിൻ്റെ ഇഞ്ചുറി എത്രമാത്രം വലുതാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോയുടെ കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസിൻ്റെ റെസ്ൽമേനിയ 35-ലെ പ്ലാൻ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റോമൻ റെയിൻസിന് ഫാസ്റ്റ് ലൈനുള്ള മാച്ച് ഏകദേശം WWE കൺഫേം ചെയ്തിട്ടുണ്ട്. 2-on-3 ഹാൻഡിക്യാപ്പ് മാച്ചാണ്. ഡീൻ ആംബ്രോസ് റോമൻ റെയിൻസ് വേഴ്സസ് ബാരൺ കോർബൻ ബോബി ലാഷ്ലി ഡ്രൂ മാക്കിൻടയറുമായിട്ടൊരു മാച്ചാണ്. ഇങ്ങനൊരു മാച്ച് ഏകദേശം WWE കൺഫേം ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു മാച്ച് മാറാനും സാധ്യതയുള്ളതാണ്. 6-man ടാഗ് മാച്ച് ആവാനും ചാൻസ് ഉള്ളതാണ്. റോമൻ റെയിൻസ്, ഡീൻ ആംബ്രോസ് ആൻഡ് ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് ബാരൺ കോർബൻ ബോബി ലാഷ്ലി ഡ്രൂ മാക്കിൻടയറുമായിട്ടൊരു 6-man ടാഗ് മാച്ച് ആവുന്നെന്നും പറയുന്നുണ്ട് ഫാസ്റ്റ് ലൈൻ നടക്കാൻ പോകുന്നതെന്ന്. അത് റോമൻ റെയിൻസിന് റെസ്ൽമേനിയ 35-ൽ കിട്ടുന്ന മാച്ച് ഏതാണെന്ന് വെച്ചാൽ 2 റൂമറുകളാണ് വരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ റൂമറുകൾ എന്താ പറയുന്നത് വെച്ചാൽ 8-man ടാഗ് മാച്ച് ആണെന്ന് പറയുന്നുണ്ട്. ബ്രോൺ സ്ട്രോമൻ, ഡീൻ ആംബ്രോസ്, സെത്ത് റോളിൻസ്, റോമൻ റെയിൻസ് വേഴ്സസ് ബാരൺ കോർബൻ, ലയസ്, ബോബി ലാഷ്ലി, ഡ്രൂ മാക്കിൻടയറുമായിട്ടുള്ള 8-man ടാഗ് മാച്ച് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു റൂമർ, രണ്ടാമതായിട്ട് വരുന്ന റൂമറുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ മാച്ച് ആണെന്നും പറയുന്നുണ്ട്. റോമൻ റെയിൻസ് വേഴ്സസ് ഡ്രൂ മാക്കിൻടയറിനടുത്ത് ഒരു സിംഗിൾ മാച്ച് ഉണ്ടെന്ന് പറയുന്നുണ്ട് റെസ്ൽമേനിയ 35-ൽ. നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീൻ ആംബ്രോസ് WWE വിട്ട് പോകുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. WWE ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വിട്ടായിരുന്നു. ഡീൻ ആംബ്രോസിൻ്റെ WWEയിലെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് ഡീൻ ആംബ്രോസ് WWE വിട്ട് പോവുകയാണെന്ന്. ഡീൻ ആംബ്രോസ് എന്നെ എൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞു, എനിക്ക് നേരത്തെ പുഷ് ലഭിക്കുന്നില്ല, എനിക്കിനി എത്ര സാലറി തന്നാൽ തന്നെ ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു. എൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുമ്പോഴത്തേക്കിന് ഞാൻ ഈ WWE വിട്ട് പോകുകയാണെന്ന് ഡീൻ ആംബ്രോസ് നേരിട്ട് എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ റോമൻ റെയിൻസ് കഴിഞ്ഞ റോയിലോട്ട് WWE റിട്ടേൺ ചെയ്തപ്പോഴത്തേക്കിന് ഡീൻ ആംബ്രോസ് WWE വിട്ട് പോകാൻ ചാൻസ് ഇല്ലെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കിട്ടുന്ന ന്യൂസുകൾ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇനി തുടർന്നുള്ള റോ എപ്പിസോഡിൽ തന്നെ ഷീൽഡ് റിയൂണിയൻ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഡീൻ ആംബ്രോസിന് നേരത്തെ നല്ല നല്ല മാച്ചുകൾ ലഭിച്ചിട്ടില്ലായിരുന്നു. അതേപോലെ നേരത്തെ നല്ല സ്റ്റോറി ലൈൻ ഒന്നുമില്ലായിരുന്നു. ഇനി നല്ല സ്റ്റോറി ലൈൻ നല്ല മാച്ചുകളൊക്കെ തന്നെ ഡീൻ ആംബ്രോസ് ലഭിക്കുന്നതാണ്. ഡീൻ ആംബ്രോസ് പുതിയൊരു കോൺട്രാക്റ്റ്, ഈ കോൺട്രാക്റ്റ് അവസാനിച്ച് കഴിഞ്ഞിട്ട് പുതിയൊരു കോൺട്രാക്റ്റ് WWE സൈൻ ഇൻ ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പം കിട്ടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ. നമ്മൾ മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് സെത്ത് റോളിൻസിൻ്റെ ഇഞ്ചുറിയെ പറ്റിയാണ്. സെത്ത് റോളിൻസിന് ഇഞ്ചുറി സംഭവിച്ചത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. പക്ഷേ അത് WWE ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടിട്ടില്ല സെത്ത് റോളിൻസിന് ഇഞ്ചുറി സംഭവിച്ചതെന്ന്. അതെന്തുകൊണ്ടാണ് പുറത്തു വിടാത്തതെന്ന് വെച്ചാൽ സെത്ത് റോളിൻസ് റോയൽ റംബിൾ വിന്നറാണ്. അതേപോലെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉള്ളതാണ് ബ്രോക്ക് ലെസ്നറുടെ കൂടെ റെസ്ൽമേനിയ 35-ൽ. ആ മാച്ചിൽ ബാധിക്കുമെന്ന് വെച്ചാണ് സെത്ത് റോളിൻസിന് ഇഞ്ചുറി ആണെന്ന് പറഞ്ഞ് WWE പുറത്തു വിടാതിരുന്നത്. സെത്ത് റോളിൻസ് റോയൽ റംബിൾ വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സെത്ത് റോളിൻസിനും അതേപോലെ ബ്രോക്ക് ലെസ്നറിനും ഒരു ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് സെത്ത് റോളിൻസിന് ഇഞ്ചുറി സംഭവിച്ചത്. അതുകൊണ്ട് ആ മാച്ചിനൊരു ഫ്യൂഡ് പാതി വെച്ച് WWE സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. അതെന്താണെന്ന് വെച്ചാൽ സെത്ത് റോളിൻസിന് വലിയൊരു ഇഞ്ചുറി തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അത് WWE ഒഫീഷ്യലായിട്ട് പുറത്ത് വിട്ടിട്ടില്ല. കഴിഞ്ഞ 3 റോ എപ്പിസോഡിൽ നിന്നും തന്നെ സെത്ത് റോളിൻസിന് മാച്ച് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ സെത്ത് റോളിൻസിന് ഇഞ്ചുറി സംഭവിച്ചു. ഒരു മാച്ചിനായിട്ട് ഇപ്പോൾ ഒരു മാച്ചൊക്കെ തന്നെ ചെയ്യുവാണെങ്കിൽ സെത്ത് റോളിൻസിന് റെസ്ൽമേനിയ 35-ൽ ബ്രോക്ക് ലെസ്നറുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇഞ്ചുറി പിന്നെ വലുതായി കൂടത്തേ ഉള്ളൂ സെത്ത് റോളിൻസ്. അതുകൊണ്ട് ഇപ്പം സെത്ത് റോളിൻസ് റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷേ റോ എപ്പിസോഡിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഒരു മാച്ചിനായിട്ടൊന്നും വരത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം റെസ്ൽമേനിയ 35-ൽ റോമൻ റെയിൻസിന് 8-man ടാഗ് മാച്ച് മതിയോ അതോ റോമൻ റെയിൻസ് വേഴ്സസ് ഡ്രൂ മാക്കിൻടയർ ഒരു സിംഗിൾ മാച്ച് മതിയോ? നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളും
പല റെസ്ലേഴ്സ് ലൈവ് ടൂറിനൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.